നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ AC അനാലിസിസ് ആണ്. ആദ്യമായിട്ട് നമ്മൾ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ അകത്ത് DC കമ്പോണൻസിനെ മുഴുവൻ ഒഴിവാക്കി, അതായത് DC വോൾട്ടേജസിനെയും കപ്പാസിറ്റേഴ്സിനെയൊക്കെ ഒഴിവാക്കിയിട്ട് AC ഈക്വലൻ്റ് ഡയഗ്രം വരച്ചു. അതിനുശേഷം അതിൻ്റെ അകത്തുള്ള ട്രാൻസിസ്റ്ററിനെ മാത്രം നമ്മൾ ലോ ഫ്രീക്വൻസി RE മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്തു. എന്നിട്ട് വീണ്ടും നമ്മൾ ബാക്കി കമ്പോണൻസൊക്കെ കണക്ട് ചെയ്തിട്ട് AC ഈക്വലൻ്റ് ഡയഗ്രം വരച്ചു. ഇത്രയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ പ്രീവിയസ് ക്ലാസ്സുകളുടെ ലിങ്ക് ഉണ്ട്, പോയിട്ട് കാണണം. ഇതാണ് നമ്മളുടെ കോമൺ എമിറ്റർ ആംപ്ലിഫയർ കംപ്ലീറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ AC മോഡൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് വോൾട്ടേജ് ഗെയിൻ, കറന്റ് ഗെയിൻ, രണ്ട് കാര്യങ്ങളും കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തത് ഇൻപുട്ട് ഇംപിഡൻസ്, രണ്ടാമത്തത് ഔട്ട്പുട്ട് ഇംപിഡൻസ്. അപ്പോൾ ഈ 4 പാരാമീറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഈ സർക്യൂട്ടിൻ്റെ അകത്ത് കണ്ടുപിടിക്കണം. ഓക്കെ, പവർ ഗെയിനും കണ്ടുപിടിക്കാം. വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പവർ ഗെയിൻ കിട്ടാൻ പണിയൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ സർക്യൂട്ടിനകത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കറണ്ടും കൂടെ മാർക്ക് ചെയ്തേക്കാം. കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ബേസ് കറണ്ട്, ഇവിടെയുള്ള കറണ്ട് കളക്ടർ കറണ്ട്. ഓക്കെ, അതിന് നമുക്ക് ആദ്യം ഇൻപുട്ട് ഇംപിഡൻസ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു സംഭവം. അതെന്താന്ന് നമുക്ക് നോക്കാം. ഇൻപുട്ടില് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് ഫീൽ ചെയ്യുന്ന റെസിസ്റ്റൻസ്, അതായത് നമ്മളിപ്പോൾ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഇതാണ്. ഇതിൽ കൂടെ ആണ് നമ്മുടെ ഇൻപുട്ട് കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എത്തുന്ന കറണ്ട് ബേസ് കറണ്ട് ആണ്, അത് ഇവിടുന്ന് വരുന്ന കറണ്ട് അല്ല. കാരണം എന്താണ്, ഇവിടെ വേറെ റെസിസ്റ്റൻസ് പാത്ത് ഉണ്ട്. ഇവിടുന്ന് ഒരു കറണ്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് കറണ്ട് ഇതിൽ പോവും, കുറച്ച് കറണ്ട് ഇതിൽ പോവും, ബാക്കി കറണ്ട് മാത്രമേ ഇവിടെ എത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ല ഇവിടെ എത്തുന്ന കറണ്ട്, അത് പ്രത്യേകം ഓർക്കണം. അപ്പോൾ ഇൻപുട്ട് സോഴ്സ്, നമ്മളൊരു ഇൻപുട്ട് സോഴ്സ് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഈ ഇൻപുട്ട് സോഴ്സിൽ നിന്ന് ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഈ കറണ്ടിന് മുന്നോട്ട് പോകുന്ന സമയത്ത് എത്ര റെസിസ്റ്റൻസ് ഈ ഇൻപുട്ട് സൈഡിൽ ഫീൽ ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയാം. അതായത് ഇൻപുട്ട് സോഴ്സിന് ഫീൽ ചെയ്യുന്ന, ഇൻപുട്ട് സോഴ്സ് പറഞ്ഞു വിടുന്ന കറണ്ടിന് ഫീൽ ചെയ്യുന്ന ഇംപിഡൻസ്, അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഇംപിഡൻസ്, അതിനെയാണ് നമ്മൾ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയാം. അതേപോലെ തന്നെയുള്ള ഒരു ഫാക്ടറാണ് എന്ത്, ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഔട്ട്പുട്ട് നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന ഇംപിഡൻസ്, അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. ഇംപിഡൻസ് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, റെസിസ്റ്റൻസിന് തന്നെയാണ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റേഴ്സിനെ മാത്രമല്ല കപ്പാസിറ്റേഴ്സിനെയും കൂടെ കൺസിഡർ ചെയ്യണം. കാരണം ഈ സർക്യൂട്ടിൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കോമൺ എമിറ്റർ അനാലിസിസ് വരച്ച സമയത്ത് അതിൻ്റെ അകത്ത് കപ്പാസിറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. AC അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ കപ്പാസിറ്റേഴ്സിനെ മുഴുവൻ കളഞ്ഞു. പക്ഷേ എല്ലാ AC അനാലിസിസും നമ്മൾ കപ്പാസിറ്ററിനെ കളയാൻ പറ്റില്ല. ഇനി ഫ്രീക്വൻസി മാറുന്ന സർക്യൂട്ട്സ് വരും, ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി സർക്യൂട്ട്സ് വരും. അതിൽ ചില കപ്പാസിറ്ററിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോ ഈ റെസിസ്റ്റൻസിന്റെ കൂടെ ആരും കൂടി ഉണ്ടാവും, കപ്പാസിറ്റൻസും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇതിനെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റില്ല. കപ്പാസിറ്ററും കൂടെ വരുമ്പോൾ അത് ഇംപിഡൻസ് ആവും. കാരണം റെസിസ്റ്റൻസും ഉണ്ടാവും, റിയാക്ടൻസും ഉണ്ടാവും. റെസിസ്റ്റൻസും റിയാക്ടൻസും കൂടെ ചേരുന്നതാണ് ഇംപിഡൻസ്. അതുകൊണ്ട് നമ്മൾ ജനറൽ ആയിട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നതേ ഉള്ളൂ. ഈ സർക്യൂട്ടിൽ ആക്ച്വലി അത് ഇൻപുട്ട് എന്ന് നോക്കുമ്പോൾ കാണുന്ന റെസിസ്റ്റൻസ് ആണ്. ഇത് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്ന് നോക്കുമ്പോൾ കാണുന്ന റെസിസ്റ്റൻസ് ആണ്. ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ടിന് അങ്ങോട്ട് ഫീൽ ചെയ്യുന്ന റെസിസ്റ്റൻസ്, ഇപ്പൊ ഇവിടുന്ന് പോകുന്ന ഒരു കറണ്ടിന് ഇവിടെ R1 ഉണ്ട്, R2 ഉണ്ട്, ബീറ്റ RE ഉണ്ട് എന്നൊന്നും അല്ല ഫീൽ ചെയ്യുക. പകരം ഇതിന്റെ മൊത്തം റെസിസ്റ്റൻസ് R1 പാരലൽ R2 പാരലൽ ഇത്രയും ഭാഗം മൊത്തത്തിലാണ് ഇവിടുന്ന് പോകുന്ന കറണ്ടിന് ഫീൽ ചെയ്യുക. അതേപോലെ ഇവിടുന്ന് വരുന്ന കറണ്ടിന് ഫീൽ ചെയ്യുക. ഇതിനെ സെപ്പറേറ്റ് ആയിട്ടല്ല, ഇതിന്റെ മൊത്തം എഫക്റ്റ് ആണ് ഇവിടുന്ന് വരുമ്പോൾ ഉള്ള കറണ്ടിന് ഫീൽ ചെയ്യുക. അത് പ്രത്യേകം ഓർക്കണം. അതാണ് നമ്മൾ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, ബീറ്റ RE എന്ന് പറയുന്ന റെസിസ്റ്റൻസ് മൂന്നും കൂടെ പാരലൽ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻപുട്ട് ഇംപിഡൻസ് എന്ത് എഴുതാം, R1 പാരലൽ R2 പാരലൽ ബീറ്റ RE എന്ന് എഴുതാം. ഓക്കെ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സർക്യൂട്ട് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. അതുകൊണ്ടാണ് ഇങ്ങനെ സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മൾ സർക്യൂട്ട് എഴുതിയത്. ഇനി നമുക്ക് എന്ത് കാണണം, ഔട്ട്പുട്ട് ഇംപിഡൻസ് കാണണം. ഔട്ട്പുട്ട് ഇംപിഡൻസ് കാണുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജിനും കറണ്ടിനും അനുസരിച്ചാണ് ഔട്ട്പുട്ട് ഫ്ലോ ചെയ്യുന്നത്. ശരിയല്ലേ? അതുകൊണ്ടാണ് നമ്മളിവിടെ ഡിപ്പെൻഡന്റ് സോഴ്സ് വെച്ചിരിക്കുന്നത്. ഇൻപുട്ടിലുള്ള കറണ്ട് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വാല്യൂസ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷെ ഔട്ട്പുട്ട് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ഇൻപുട്ടിന്റെ സ്ഥിതി എന്താണെന്നുള്ള കൺസിഡർ ചെയ്യണം. കാരണം ഔട്ട്പുട്ടിനെ തീരുമാനിക്കുന്നത് ഇൻപുട്ടാണ്.
അപ്പൊ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ല എന്നങ്ങ് അസ്യൂം ചെയ്യും. അങ്ങനെ അസ്യൂം ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ഇമ്പിഡൻസ് ആണ് എന്ത്? ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ടിൽ വരുന്ന കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടുന്ന് കറണ്ട് ഒന്നും വരുന്നില്ലെങ്കിൽ ഈ ബേസിൽ ഇതിൽ കൂടെ കറണ്ട് ഉണ്ടാവോ? ഇല്ല. അപ്പോൾ IB എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ IB 0 ആണെങ്കിൽ ഇവിടുത്തെ വാല്യൂ എത്രയായിരിക്കും? 0. ഇവിടുത്തെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് 0 എന്നാണ് അർത്ഥം. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് 0 ആവുന്നത് എപ്പോഴാണ്? നിങ്ങൾ നോക്കിയേ, ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ബ്രാഞ്ച് വരച്ചു. ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ ഒരു കറണ്ട് പോകുന്നത്, ആ കറണ്ട് 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് പോകുന്നില്ല എന്നല്ലേ? ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് പോവാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇതിൽ കൂടെ വഴി ഉണ്ടാവാൻ പാടില്ല. വഴി ഉണ്ടെങ്കിൽ എന്തായാലും കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ ഇതിൽ കൂടെ വഴിയില്ല, ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആണ് എന്ന് അർത്ഥം. അപ്പൊ ഇവിടെ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പൊ ഞാൻ ആ സർക്യൂട്ടിനെ ഒന്നും കൂടെ ഞാൻ ഔട്ട്പുട്ട് ഇമ്പിഡൻസിന് മാത്രമായിട്ട് മാറ്റി വരയ്ക്കുകയാണ്. ഇങ്ങനെയായി മാറും. കാരണം എന്താന്ന് മനസ്സിലായില്ലേ? ഈ ഒരു പോർഷനിൽ എന്തില്ല? ഇവിടെ നേരത്തെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ടായിരുന്നു. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് 0 ആണ് നമുക്ക് മനസ്സിലായി. കാരണം എന്താണ്? നമ്മൾ ഇൻപുട്ട് കറണ്ടിനെ 0 ആക്കി അസ്യൂം ചെയ്തു. അപ്പൊ ഇതിൽ കൂടെ കറണ്ട് പോകുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കാണും. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് Z0 ഈക്വൽ ടു R0 പാരലൽ RC. ചെറിയ അപ്രോക്സിമേഷനിലേക്ക് കടക്കാം. അപ്രോക്സിമേഷൻ വേറെ ഒന്നുമില്ല. നമുക്കറിയാം R0 എന്ന് പറയുന്നത് വളരെ വലിയ വാല്യൂ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ വാല്യൂയുടെ കൂടെ ഒരു ചെറിയ വാല്യൂ പാരലൽ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? പാരലൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, R1 പാരലൽ R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കിട്ടുക ഇതിന്റെ അകത്ത് ഏതാണോ ചെറിയ റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിനേക്കാൾ കുറവുള്ള വാല്യൂ ആയിരിക്കും ഇക്വലന്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരിക. അതായത് ഇപ്പം 1Kയും 2Kയും ഞാൻ പാരലൽ ആയിട്ട് വെക്കുവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1Kനെക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും. ഇനി 3Kയും 5Kയും വെക്കുവാണെങ്കിൽ എനിക്ക് കിട്ടുക, ഇത് പാരലൽ ആണെങ്കിൽ ഇതിന്റെ ഇക്വലന്റ് കോമ്പിനേഷൻ എനിക്ക് കിട്ടുക 3Kനെക്കാളും ചെറിയ റെസിസ്റ്റൻസ് മാത്രമായിട്ടാണ് എനിക്ക് ഇക്വലന്റ് വാല്യൂ കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് വളരെ വലിയ വാല്യൂ ആണ്, അതിന്റെ കൂടെ RC പാരലൽ ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഇക്വലന്റ് കോമ്പിനേഷന്റെ ഫൈനൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ RCനേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ ഈ R0ക്ക് അവിടെ വലിയ റോളൊന്നുമില്ല. അപ്പോൾ എനിക്ക് Z0 എന്ത് ചെയ്യാം? അപ്രോക്സിമേറ്റഡ് ടു Z0 can be approximated to RC. ഇതാണ് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞത്. നമ്മൾ R0 എന്ന് പറയുന്നതിന് പല സമയത്തും നമ്മൾ നെഗ്ലക്ട് ചെയ്യും. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇതാണ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് RC ആണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് നമ്മൾ കണ്ടുപിടിച്ചു, ഔട്ട്പുട്ട് ഇമ്പിഡൻസും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗെയിൻസ്, വോൾട്ടേജ് ഗെയിൻ, കറണ്ട് ഗെയിൻ എന്താണെന്നാണ്.